ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷനായിട്ട് പോവാണ്. ജസ്റ്റ് ഫോർ 1 നൈറ്റാണ്. അപ്പോൾ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശ്രുതി സത്യനില്ലേ, അതെ, അവൾ തന്നെ, അവളെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയാണ് ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ആക്കിയത് കേട്ടോ. അപ്പോൾ അവളെനിക്ക് ഒരു 5 ഇയേഴ്സിന് മേലെയായിട്ട് അറിയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിച്ചു. അപ്പം നേരെ നമ്മൾ പോകാൻ കേട്ടോ. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ചൂടല്ലേ, അപ്പോൾ വയനാട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അത് ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ദ ഹൈവ് എന്ന് പറഞ്ഞിട്ടുള്ള വയനാട്ടിലുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാറിലാണ് നമ്മൾ മേലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഉള്ളിലേക്കാണ്, പിന്നെ ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഈ ഒരു ടൈമിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. ഫുൾ കാടിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ചെറിയൊരു റൂം ടൂറൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഭയങ്കര ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഒന്നുമല്ല, നല്ലൊരു ഒരു കോട്ടേജ് വൈബാണ്. അപ്പം റൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂംസൊക്കെയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കാടിന് നടുവിൽ നമ്മൾ സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ഒരു കാട്ടിൻ്റെ നടുവിൽ സ്റ്റേ ആക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സേഫായിട്ട് നമുക്ക് സ്റ്റേ ആക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുൾ കാടാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. പിന്നെ കിളികളും കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ നല്ലൊരു വൈബാണ് ഇവിടെ. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എത്താനായിട്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. അതുകൊണ്ടാണ് കാലിക്കറ്റിൽ നിന്ന് ഒരു 2 hours ഒക്കെ അടുത്താണ് ഇവിടത്തേക്ക് ഉണ്ടായിരുന്നത്. റൂമൊക്കെ കയറി കണ്ട് ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ പ്രോപ്പർട്ടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് നമുക്ക് വൈകുന്നേരം ഒരു ചായയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ റെസ്റ്റോറൻറ്റ് താഴെ തന്നെയായിട്ടാണ് പൂള് വരുന്നത്. പിന്നെ ശ്രുതിയും മിലോബും എത്തിയിട്ടില്ല. അവരെന്തായാലും കുറച്ച് ലേറ്റ് ആവും. ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ചെറിയ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതാക്കണ്ടോ, ഇങ്ങനത്തെ കോട്ടേജിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ആക്കുന്നത്. ഫിഷ് ഫീഡിങ്ങിനായിട്ട് ചെറിയൊരു പോണ്ട് സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറേ നേരം നിന്ന് കുറേ നേരം സംസാരിച്ച്, ഇങ്ങനെ വെറുതെ ഒന്നും സംസാരിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ് കേട്ടോ. കിളികളുടെ സൗണ്ടൊക്കെ കേട്ടിട്ട്. അപ്പം നമ്മൾ ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മളൊന്നും കളിക്കാനൊന്നും ഇതാക്കാനൊന്നും ഒന്നുമില്ല. എന്നാലും ജസ്റ്റ് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അർച്ചും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് മൊത്തത്തിൽ ഷൂട്ട് ചെയ്യാൻ മറന്നു. എന്തായാലും ഞാനത് ഷോർട്സിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ശ്രുതി മിലൂബ് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നല്ല ലേറ്റായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഭക്ഷണം നമ്മൾ റൂം സർവീസ് പറഞ്ഞായിരുന്നു. അതും കഴിച്ച് ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണിത്. ശ്രുതി ആണെങ്കിൽ ഇപ്പം സ്വിമ്മിങ് ക്ലാസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ നിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യുക, നീ സ്വിമ്മ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൂളിലേക്ക് ഇറക്കാൻ നിൽക്കുകയാണ്. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ വെള്ളം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങാറൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് അന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ഇവരെ ഇറക്കി വിട്ടിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. ഈ പ്രോപ്പർട്ടിയിലാണെങ്കിൽ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ടാണ് പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. കാരണം ആ ഒരു സമയത്തേക്ക് ആരും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ മാത്രമായിരുന്നു പൂളിൻ്റെ ആ സൈഡിൽ ആ ടൈമിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങൾ കുരങ്ങനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ റൂമിൽ പോയിട്ട് സ്കിൻ കെയർ ചെയ്ത് റെഡി ആയിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഈ പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒക്കെ ആമസോൺ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ഭക്ഷണത്തിനാണെങ്കിൽ. നമ്മൾ അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ട് ചെക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു 11 o'clock ആയപ്പോഴായിരുന്നു ചെക്കൗട്ട് ടൈം ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്, ഈ കാറ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു ചെറിയ കുട്ടി സ്റ്റേക്കേഷൻ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.